ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് പേരും ജീരകം, പട്ട, തക്കോലം, ഗ്രാമ്പൂ ഇവയൊക്കെ ചേർത്തൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 2 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇതിലേക്ക് ഇട്ടേക്കുന്നത്. ഇത് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറി ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ സവാള ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് ഒന്ന് ഉടച്ച് വെതറി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഈ സവാള നന്നായിട്ടൊന്ന് ഇളക്കി ആ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും സ്പൈസസും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ഒരു 1/4 സ്പൂൺ ഉപ്പിട്ട് വെതറി കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സവാള വേഗം വെന്ത് കിട്ടാനും അതുപോലെ നന്നായിട്ട് വയന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് നമുക്ക് വേഗം ആയി കിട്ടാനും വേണ്ടിയിട്ടാണ് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുന്നത്. എന്നിട്ട് സവാള ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വയന്ന് നല്ല ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വേഗം വെന്ത് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ തക്കാളി സവാളയും പച്ചമുളകും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. എന്നിട്ടിത് ഒരു മൂടിയിൽ അടച്ച് ഒരു 2 മിനിറ്റ് വെച്ചേക്കണം. 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഉടയാനുണ്ടെങ്കിൽ ആ തവി കൊണ്ട് തന്നെ ഒന്നും കൂടി നന്നായിട്ട് ഉടച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ്. പിന്നെ ഞാൻ അളവിന് വേണ്ടി ഈ കാണുന്ന ഈ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ സ്പൂണിൽ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ഈ സവാളയും പച്ചമുളകും തക്കാളിയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഈ പച്ചമണം മാറിയിലാണ് കറിയിലൊക്കെ നല്ല ടേസ്റ്റും സ്വാദൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കറിയിൽ എപ്പോഴും ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മസാല നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് 2 തണ്ട് വേപ്പില കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെള്ളം നന്നായിട്ട് ഊറ്റിയ ചിക്കനാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/2 കിലോ അളവിലാണോ ഞാൻ ഇത്രയും സാധനങ്ങൾക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ മസാലയായിട്ട് നന്നായിട്ട് ഈ ചിക്കൻ ഇളക്കി യോജിപ്പിക്കാം. ഈ ചിക്കൻ ഒരു ഫ്രൈ പോലെ ആവണം. ഇതിൻ്റെ ഈ കളറ് മാറി ഒരു വെള്ള കളർ വരത്തില്ലേ, അതുവരെ ഈ മസാലയായിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം.
അപ്പോൾ ദേ നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി ചിക്കൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അളവിൽ അല്ലെങ്കിൽ 1 ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് കുറുകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ വെള്ളവും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവ് കൂടി ഒന്നുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണമായിരിക്കും, ചിലർക്ക് ഉപ്പ് കുറവ് മതിയായിരിക്കും. അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത്രത്തിൽ തന്നെ നമുക്ക് നിർത്താവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റത്തേക്ക് നന്നായിട്ട് മൂടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഇത് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാല നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ബാക്കിയുള്ള 15 മിനിറ്റ് ഒന്നുകൂടി മൂടി വെച്ച് അടച്ച് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ തുറന്ന് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്ത് ഒന്ന് കുറുക്കിയെടുക്കണം നമ്മളിത്. അതിനുശേഷം നമ്മൾ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഒരു 15 മിനിറ്റത്തേക്ക് അങ്ങോട്ട് മൂടി വെച്ചേക്കണം. ഇങ്ങനെ ചെയ്യണത് ഇതിൽ ആ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണിത്. ഇനി ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. നല്ല ഗ്രേവിയൊക്കെ ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണിത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായിട്ട് അറിയിക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാലാണ് ഞാൻ ഇനിയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.